The expression for sin 3 is equal to 3 sin a minus 4 sin cube a. അടുത്ത് ഈ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 + 3x ബൈ 4 - 5x. എക്സിന് പകരം നമ്മൾ 0 കൊടുത്താൽ മതി. 2 + 3 × 0 ഡിവൈഡഡ് ബൈ 4 - 5 × 0 is equal to 2 + 0 by 4 - 0 is 2/4 1/2. Tan A is equal to 1/2. Tan B 1/3. A and B are acute angles എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി താഴെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. അവിടെയെല്ലാം പോസിറ്റീവ്. ഷോ ദാറ്റ് A + B is equal to 45 ഡിഗ്രി. ടാൻ A + ബിയുടെ ഫോർമുല എഴുതുക. ടാൻ A + B is equal to ടാൻ A + ടാൻ B divided by 1 - ടാൻ A into ടാൻ B. ടാൻ A - B ആണെങ്കിൽ മോളി മൈനസും താഴെ പ്ലസും ആയിരിക്കും. ടാൻ A + ബിക്ക് മോളി പ്ലസും താഴെ മൈനസും. ഇനി ഓരോന്നിൻ്റെയും വില കൊടുക്കുക. ഈക്വൽ ടു ടാൻ A എന്ന് പറഞ്ഞാൽ 1/2, ടാൻ B 1/3. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുക 1/2 + 1/3 ഡിവൈഡഡ് ബൈ 1 - 1/2 × 1/3. 1/2 + 1/3 എന്ന് പറഞ്ഞാൽ 1 × 3 3 + 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 3 6. ഇനി ഈ ഡിവൈഡഡ് ബൈ ഇടുക. 1 ഈ 1നെ നമ്മൾ 1/1 എന്ന് എഴുതുക. 1/1 മൈനസ് 1 × 1 1 2 × 3 6. ഇനി വീണ്ടും ഇത് 3 മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. 3 + 2 5 5/6. പിന്നെ ഈ ഡിവൈഡഡ് ബൈ 1 × 6 6 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 6 6 is equal to 5/6 ഡിവൈഡഡ് ബൈ 6 - 1 5 വരും 5/6. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് 1 എന്ന് വരും. കണ്ടുപിടിച്ചിരിക്കുന്നത് ടാൻ A + B ആണ്. ടാൻ A + B 1. ടാൻ A + B 1 ആണെങ്കിൽ A + B എത്രയായിരിക്കും? ടാനിൻ്റെ ഏത് ആംഗിളാണ് 1 വരുന്നത്? 45 ഡിഗ്രി. Sin A is equal to 0.6. 0.6 A is acute. Find sin 2A. acute എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. sin 2Aയുടെ ഇക്വേഷൻ എഴുതുക. sin 2A is equal to 2 sin A cos A. അപ്പോൾ sin A അറിയാം, cos A കണ്ടുപിടിക്കണം. sin A is equal to 0.6. നമുക്കിത് 6/10 എന്ന് എഴുതാം. sin Aയുടെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് 6 ഹൈപ്പോട്ടന്യൂസ് 10. അഡ്ജസൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് അഡ്ജസൻറ്റ് √10² - 6². 100 മൈനസ് റൂട്ടിനകത്ത് 100 - 36. 100 ൽ നിന്ന് 36 കുറയ്ക്കുക. √64
64ൻ്റെ √8. അപ്പോൾ അഡ്ജസൻറ്റ് കിട്ടി. കോസെ എഴുതാം. കോസെ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് 8 ആണ്. ഹൈപ്പോട്ടന്യൂസ് 10. 8/10. ഇനി ഫോർമുലയിൽ കൊടുക്കുക. sin 2a ഈസ് ഈക്വൽ ടു 2 sin a cos a. sin 2a ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു sin a. 2 sin a cos a. sin യുടെ വില 6/10. cos a 8/10. 6/10 ഇൻറ്റു 8/10. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 96/100. Show that tan 15 degree plus cot 15 degree equal to 4 without using tables. നമ്മൾ ഉപയോഗിക്കുന്നത് tan a മൈനസ് ബി എന്നുള്ള ഫോർമുലയാണ്. tan 15 ഡിഗ്രിയെ നമുക്ക് tan 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്ന് എഴുതാം. tan a മൈനസ് ബി ഇസ് ഈക്വൽ ടു tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. a ആയിട്ട് 45 ഡിഗ്രി, b ആയിട്ട് 30 ഡിഗ്രി. tan 45 ഡിഗ്രി മൈനസ് tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 ഡിഗ്രി ഇൻറ്റു tan 30 ഡിഗ്രി. 1 മൈനസ് tan 45 ഡിഗ്രി 1, tan 30 ഡിഗ്രി 1/√3. 1 മൈനസ് 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു 1/√3. 1നെ നമ്മൾ 1/1 എന്നെടുക്കാം. ഇവിടെ 1/1 എന്നെടുക്കാം. 3 മൾട്ടിപ്ലിക്കേഷൻ. 1 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 1നെ വീണ്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു √3 പ്ലസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു √3. ഇവിടെ ഒരു 1 അല്ലേ വരുള്ളൂ. 1 ഇൻറ്റു 1. ഈ √3 കൂടെ വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് √3 മൈനസ് 1/√3 പ്ലസ് 1 എന്ന് കിട്ടും. ഇനി അടുത്ത് കോട്ട് 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/tan 15 ഡിഗ്രി. ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതി. √3 പ്ലസ് 1/√3 മൈനസ് 1. ഇനി ഇത് തമ്മിൽ കൂട്ടണം. ക്വസ്റ്റ്യൻ അതാണ്. tan 15 ഡിഗ്രി പ്ലസ് കോട്ട് 15 ഡിഗ്രി. tan 15 ഡിഗ്രി പ്ലസ് കോട്ട് 15 ഡിഗ്രി ഇസ് ഈക്വൽ ടു tan 15 ഡിഗ്രി ഇതാ √3 മൈനസ് 1/√3 പ്ലസ് 1 പ്ലസ് കോട്ട് 15 ഡിഗ്രി √3 പ്ലസ് 1/√3 മൈനസ് 1. ഇവിടെയും നമുക്ക് 3 മൾട്ടിപ്ലിക്കേഷൻ വരും. √3 മൈനസ് 1 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 മൈനസ് 1ൻ്റെ സ്ക്വയർ ആകും. ഇത് √3 പ്ലസ് 1 2 പ്രാവശ്യം വരുന്നു. അപ്പോൾ √3 പ്ലസ് 1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a ആയിട്ട് √3, b ആയിട്ട് 1. അപ്പോൾ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. √3 സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. ഇനി ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചെഴുതിയാൽ അപ്പോൾ a സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ
ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എഴുതുന്നു. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ 3 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. ഇവിടെ നമുക്കിത് വെട്ടിപ്പോവും. -2 √3 ഇൻറ്റു 1 പ്ലസ് 2 √3 ഇൻറ്റു 1 കൂടെ വെട്ടിപ്പോയി. പിന്നെ വരുന്ന √3യുടെ സ്ക്വയർ 3, ഇവിടെ √3യുടെ സ്ക്വയർ 3. അപ്പം 3 + 3 4 ആയി. പിന്നെ ഇവിടെ 1 സ്ക്വയറോ 1 അപ്പോൾ 7 ആയി. 7 + 1 8. താഴെ 2 വരും. അപ്പോൾ 8/2 = 4 എന്ന ആൻസർ കിട്ടും. ലിമിറ്റ് x ടെൻസ് ടു 0 3 sin 2x × cos x / 5x. sin 2xൻ്റെ താഴെ നമുക്ക് വേണ്ടത് 2x ആണ്. ഈ ഫോർമുല വെച്ച് ചെയ്യാം. ലിമിറ്റ് θ ടെൻസ് ടു 0 sin aθ / aθ = 1. ഇതിനെ നമ്മൾ x ഉപയോഗിച്ച് നമുക്ക് ലിമിറ്റ് θ ആരോ ഇട്ട് 0 sin ax / ax = 1. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ 3യും ഈ 5ഉം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഇപ്പുറത്തേക്ക് ഇറക്കാം. 3/5 പിന്നെ ലിമിറ്റ് x ടെൻസ് ടു 0 ലിമിറ്റ് x ആരോ 0 3 എടുത്തു. ഇനിയുള്ളത് sin 2x × cos x / x. sin 2x × cos x / x. ഈ 5 നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണ് 5 ഇവിടെ വന്നത്. = 3/5 ലിമിറ്റ് x ടെൻസ് ടു 0. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒരു 2ഉം കൂടെ ഇടണം. sin 2x / 2x. താഴെ 2 ഇട്ടപ്പം വിലയ്ക്ക് മാറ്റം വരാതെ മുകളിലൂടെ വരണം. × 2 ഇനിയുള്ളത് cos x. അതൊരു ലിമിറ്റൂടെ ഇട്ടെടുക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 cos x. അപ്പോൾ ഇത്രയും പാർട്ട് ഈ പാർട്ട് 1 ആയിട്ട് പോകും. ബാക്കി വരുന്നത് 3/5 × 1 × 2 × cos 0 1. ഇത് എക്സിന് 0 കൊടുക്കുമ്പോൾ cos x cos 0 ആവും. cos 0 1. cos 0യുടെ വില 1 ആണ്. ആൻസർ കിട്ടുന്നു 3 × 2 6/5 എന്ന ആൻസർ കിട്ടും. ലിമിറ്റ് x ആരോ 1 x - 1/x² - 1. എക്സിന് 1 ഡയറക്റ്റായിട്ട് കൊടുത്താൽ താഴെ 0 വരും. നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ലിമിറ്റ് x ടെൻസ് ടു 1 x - 1 അതേപടി എഴുതും. താഴെ a² - 1നെ 1² a² - b² = a + b × a - b. x² - 1² = x + 1 × x - 1. ആ വില ഇവിടെ കൊടുക്കുക. x + 1 × x - 1. ഇത് x - 1 മുകളിൽ താഴെ വെട്ടിപ്പോയി. ഇനി വരുന്നതിനകത്ത് എക്സിന് 1 കൊടുക്കുക. 1/1 + 1 = 1/2. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു. ലിമിറ്റ് x ടെൻസ് ടു 1 x² + 4x - 5/x² + x - 2. ഡയറക്റ്റായിട്ട് നമ്മൾ 1 കൊടുത്താൽ 1² + 4 - 5/1 + 1 - 2. താഴെ നമുക്ക് 0 വരും. മുകളിൽ 0. അപ്പോൾ ഇത് പറ്റത്തില്ല. താഴെ 0 വരാൻ പാടില്ല. മുകളിൽ വന്നാൽ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ കൂട്ടിയാൽ 4ഉം ഗുണിച്ചാൽ -5ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. സമ്മ് 4 പ്രോഡക്റ്റ്
-5. അപ്പോൾ അത് വെച്ച് x² + 4x - 5നെ നമുക്ക് x + 5 × x - 1 എന്ന് എഴുതും. കാരണം 5 + -1 4 ആണ്. 5 × -1 -5. ഇതേപോലെ തന്നെ x² + x - 2നെ സമ്മ് 1 ഇവിടെ വരുന്ന നമ്പറാണ് വരുന്നത് 1. സമ്മ് 1 പ്രോഡക്റ്റ് -2 വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് 2 + -1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 × -1 -2. ഇത് 2ഉം -1 വെച്ച് നമുക്ക് x + 2 × x - 1 എന്ന് എടുക്കാം. ഇത് നമ്മൾ ഇതിന് ഓരോന്നിനും പകരം ലിമിറ്റ് x → 1. ആദ്യത്തെ x² + 4x - 5ന് പകരം നമുക്ക് കിട്ടിയത് x + 5 × x - 1 എന്നാണ്. അപ്പോൾ അത് കൊടുക്കുക x + 5 × x - 1 / രണ്ടാമത്തേന് പകരം നമുക്ക് കിട്ടിയത് x + 2 × x - 1 അത് കൊടുക്കുക x + 2 × x - 1. x - 1 വെട്ടിക്കളയും. ഇനി വരുന്നതിനകത്ത് x-ന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1 + 5/1 + 2 6/3. അതായത് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റേഡിയൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എഴുതേണ്ടത് π/2 എന്നാണ്. 60 ഡിഗ്രി ആണെങ്കിൽ 180°/3 ആണ്. അപ്പോൾ നമുക്ക് π/3 എന്ന് എഴുതും. 45 ഡിഗ്രി ആണെങ്കിൽ 180°/4 ആണ്. π/4 എന്ന് എഴുതും. 30 ഡിഗ്രി ആണെങ്കിൽ 180/6 π/6 എന്ന് എഴുതും. sin 30° 1/2 അത് തന്നെയാണ് cos 60 ഡിഗ്രി. cos 30° √3/2 അത് തന്നെയാണ് sin 60 ഡിഗ്രി. tan 45 ഡിഗ്രി 1 ആണ്. tan 30 ഡിഗ്രി 1/√3. tan 60 ഡിഗ്രി √3. cos 0 1 sin 0 0. sin a + b = sin a cos b plus cos a sin b. sin a - b ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും. sin a - b = sin a cos b. ഇനി പ്ലസിന് പകരം മൈനസ് ഇട്ടാൽ മൈനസ് cos a sin b. cos a + b cos a cos b minus sin a sin b. cos a - b ആണെങ്കിൽ cos a cos b plus
സൈന് സൈൻ ബി. ഇവിടെ കോസിൻ്റെ കേസിൽ കോസ് എയും കോസ് ബി അടുപ്പിച്ച് വരും. സൈൻ എ സൈൻ ബി അടുപ്പിച്ച് വരും. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. സൈനിൻ്റെ കേസിൽ മാറി മാറിയാണ് വരുന്നത്. സൈൻ എ കഴിഞ്ഞാൽ കോസ് ബി, പിന്നെ കോസ് എ സൈൻ ബി. എയും ബിയും മാറി മാറി എല്ലാത്തിലും വരുന്നുണ്ട്. ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ബി ടാൻ എ മൈനസ് ബി ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ്. അപ്പോൾ താഴെ മൈനസ്. ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ്. താഴെ പ്ലസ്. 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിലേത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ 90യുടെ മൾട്ടിപ്പിളായിട്ട് എഴുതണം. എക്സാമ്പിൾ സൈൻ 180 ഡിഗ്രി പ്ലസ് എ ചോദിച്ചാൽ ഇതിനെ നമ്മൾ സൈൻ 2 × 90 പ്ലസ് എ എന്ന് എഴുതണം. ഈവൻ ആണെങ്കിൽ ഈ 90ക്ക് മുമ്പ് വരുന്ന നമ്പർ ഈവൻ ആണെങ്കിൽ ഇവിടെ വരുന്ന ഫങ്ഷൻ അതേപടി ആൻസറിൽ എഴുതാം. അപ്പോൾ നമുക്ക് സൈൻ എന്ന് കിട്ടും. പിന്നെ ക്വാഡ്രൻ്റ് കൂടെ നോക്കണം. 180 പ്ലസ് എ എന്ന് പറയുമ്പോൾ 0, 90, 180, 270, 360 അങ്ങനെയാണോ ഇത്? 360 ഡിഗ്രി എല്ലാം ഡിഗ്രിയാണ്. ഇവിടെയാണ് 180 ഡിഗ്രി പ്ലസ് എ എന്ന് വരുന്നത്. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രൻ്റ് സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് സൈൻ എന്ന് സൈൻ 180 ഡിഗ്രി മൈനസ് എ ആണെങ്കിൽ സൈൻ 2 × 90 ഡിഗ്രി മൈനസ് എ. 2 ഈവൻ ആണ്, അപ്പോൾ ചേഞ്ച് വരികയില്ല. സൈനെന്ന് ആദ്യം എഴുതുക. ഇവിടെ വരുന്ന ആംഗിളാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഈ സൈൻ അതേപടി ഇവിടെ എഴുതും. ഇനി ഇത് 180 മൈനസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ വരും 180 ഡിഗ്രി മൈനസ് എ. അപ്പോൾ അത് സെക്കൻഡിലാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു പ്ലസ് സൈനെന്ന് ആൻസർ കിട്ടും. ഇതൊന്നും പിന്നെ നമുക്ക് കോസ് 270 ഡിഗ്രി മൈനസ് എ ആണെങ്കിൽ കോസ് 3 × 90 കോസ് 3 × കോസ് 270 ഡിഗ്രി മൈനസ് എ എന്നാണെങ്കിൽ ഇതിനെ നമുക്ക് കോസ് 3 × 90 ഡിഗ്രി മൈനസ് എ എന്ന് എഴുതാം. 3 ഓടായിരിക്കുമ്പോൾ നമുക്ക് ചേഞ്ചുകൾ കോസാണ് സൈനാവും. അപ്പോൾ സൈൻ ഇവിടെ വരുന്ന ആംഗിൾ എ എന്ന് എഴുതുക. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. 90, 180, 270, 360, 270 മൈനസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ വരും 270 ഡിഗ്രി മൈനസ് എ. അപ്പോൾ ഇത് തേർഡാണ്. തേർഡ് കോസ് നെഗറ്റീവാണ്, മൈനസ് സൈനെന്ന്. കോസ് 270 ഡിഗ്രി പ്ലസ് എ ആണെങ്കിൽ കോസ് എ എന്നാണ് വരുന്നത്. കാരണം എന്താണ്? 270 ഡിഗ്രി പ്ലസ് എ എവിടെയാണ് വരും?
270 ഡിഗ്രി പ്ലസ് എ. ഇവിടെ ഫോർത്ത് ക്വാഡ്രൻ്റ് കോസ് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് പ്ലസ് കോസ്. പിന്നെ കോസ് മാറി ഇവിടെ 3 × 90 3 ഓടായതുകൊണ്ട് കോസ് മാറി സൈൻ വരും. അപ്പം കോസ് 270 ഡിഗ്രി പ്ലസ് എ എന്ന് പറഞ്ഞാൽ കോസ് 3 × 90 ഡിഗ്രി പ്ലസ് എ സൈന്. 3 എന്ന് പറയുന്ന ഓടാണ്, അപ്പോൾ കോസ് സൈനാണ്. ഓടായിരിക്കുമ്പോൾ സൈനാണെങ്കിൽ കോസാകും, കോസാണെങ്കിൽ സൈനാകും, ടാനാണെങ്കിൽ കോട്ടാകും, കോട്ടാണെങ്കിൽ ടാനാകും, സീക്കാണെങ്കിൽ കൊസീക്കാകും, കൊസീക്കാണെങ്കിൽ സീക്കാകും. ഇതെപ്പോഴാണ് ഓടായിരിക്കും. ഈവൻ ആണെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല. ഈവൻ ആണെങ്കിൽ നോ ചേഞ്ച്. സൈൻ 570 ഡിഗ്രി കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്കതിനെ സൈൻ 540 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്നുണ്ട്. 540 എടുക്കാൻ കാരണം 90യുടെ മൾട്ടിപ്പിളാണ്. 540 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 9 6 ഈവനാണ്. അപ്പോൾ സൈൻ എന്നുള്ള അതേപടി വരും. സൈൻ ഇനി എഴുതേണ്ട ഇവിടെ വരുന്ന ആംഗിളാണ്. സൈൻ 30 ഡിഗ്രി. സൈൻ 30 ഇനി പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. 570 എവിടെ വരും? 0, 90, 180, 270, 360, 540 എല്ലാം ഡിഗ്രിയാണ്. 540 360 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 450 450 ഡിഗ്രി. പിന്നെ വരുന്നത് 540 ഡിഗ്രി. പിന്നെ വരുന്നു 630 ഡിഗ്രി. അപ്പോൾ 90 വീതം കൂടി 570 ഡിഗ്രി ഇവിടെ വരും. ഇവിടെ സൈൻ നെഗറ്റീവാണ്, സൈൻ പോസിറ്റീവാണ്. ഇവിടെ സെക്കൻഡിലാണ് സൈൻ പോസിറ്റീവ്. ഇവിടെ എല്ലാം പോസിറ്റീവ്. ഇവിടെ സൈനും കൊസീക്കും പോസിറ്റീവ്. ഇവിടെ ടാനും കോട്ടും പോസിറ്റീവ്. ഇവിടെ കോസ് സീക്കും പോസിറ്റീവ്. ASTC. അപ്പോൾ ഇവിടെ വരുമ്പോൾ സൈൻ നെഗറ്റീവാണ്. മൈനസ് സൈൻ 30 എന്ന് വരും. -1/2 -1/2 എന്നാണ് ആൻസർ. cos 3a = 4 cos cube a -3 cos a. sin 2a = 2 sin a cos a 1 - cos 2x = 2 sin square x 1 + cos 2x 2 cos square x. എക്സിന് പകരം a ആയാലും a വെച്ച് നമുക്ക് ഫോർമുല എഴുതാൻ പറ്റും. എക്സോ എയോ എല്ലാം ഒരേപോലെ ഇരിക്കും.